2026 ആവാൻ വേണ്ടിയിട്ട് ഇനി വെറും 1 ഡേയും കൂടെ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളൂ. 2026 നിങ്ങൾക്ക് എന്താ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്താ കാര്യങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ദിസ് ഇസ് ഡേ 1 ഓഫ് ഗെറ്റിംഗ് ആൻ മില്യനെയർ മൈൻഡ് സെറ്റ്. അപ്പോൾ ഈ ചാനൽ അതായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതേപോലത്തെ വീഡിയോസ് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലീപ്പ് ഷെഡ്യൂൾ കറക്റ്റാക്കുക. സ്ലീപ്പ് കറക്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യം പെർഫെക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. കാരണം സ്ലീപ്പാണ് നമ്മളുടെ ബോഡിയിൽ ഓവറോൾ നമ്മൾ എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടോ ഇതൊക്കെ കറക്റ്റ് ആവണമെങ്കിൽ സ്ലീപ്പ് കറക്റ്റായാലാണ് ഇത് ബെനിഫിറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ സ്ലീപ്പ് കറക്റ്റാക്കുക. ഞാൻ സ്ലീപ്പ് ഷെഡ്യൂൾ പറഞ്ഞുതരാം. നിങ്ങൾ 9 മണിക്ക് രാത്രി കിടക്കുക, ഞാൻ 6 മണിക്ക് രാവിലെ എണീക്കുക. ഇത് കറക്റ്റ് സ്ലീപ്പ് ഷെഡ്യൂളാണ്. നിങ്ങൾക്ക് 7-8 മണിക്കൂർ ഉറക്കം കിട്ടണമെങ്കിൽ അപ്പോൾ ഈ ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ നിങ്ങളെ വളരെ ഹെൽപ്ഫുൾ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ആരുടെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് എനർജൈസറായിട്ട് വേണമെങ്കിൽ ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് അതിനകത്ത് പിഞ്ച് ഓഫ് സാൾട്ട്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹിമാലയൻ സാൾട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ഉപ്പ് യൂസ് ചെയ്യാം. ദെൻ അത് ഡ്രിങ്ക് ചെയ്യുമ്പോൾ സിപ്പായിട്ട് എടുക്കുക, ഒറ്റടി കുടിച്ചെടുക്കരുത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആ ഡേ പ്രൊഡക്റ്റീവായിട്ടും എനർജൈസറായിട്ടും ഇരിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ദിവസം ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ പിറ്റേ ദിവസം രാത്രി എഴുതി വയ്ക്കുക ഒരു ബുക്കിൽ. നിങ്ങളൊരു ബുക്ക് എടുക്കുക, എന്നിട്ട് രാത്രി എനിക്ക് നാളെ ഇങ്ങനൊരു സ്ഥലത്ത് പോകാനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്ത് തീർക്കാനുണ്ട്, അതല്ലെങ്കിൽ എനിക്ക് നാളെ ജിമ്മിൽ പോകാനുണ്ട് രാവിലെ, അതല്ലെങ്കിൽ എനിക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നൊക്കെ ചെയ്യണം, എന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണം എന്നുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കുക ബുക്കിൽ. നാലാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റോഡ് സൈഡ് ഉണ്ടെങ്കിൽ അധികം ട്രാഫിക്കൊന്നും ഇല്ലാത്ത റോഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അവിടെ സ്ഥിരമായിട്ട് ഓടാൻ പോവുക. ഇത് നിങ്ങളെ മെൻ്റലി ശരിക്കും സ്ട്രോങ് ആക്കുന്നു. ഇറ്റ്സ് എ ബെറ്റർ തിങ് ടു ബിൽഡ് യുവർ മൈൻഡ് സെറ്റ്. ഓക്കെ, ബോണസ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യം ബിൽഡ് ചെയ്താൽ മതി, നിങ്ങളുടെ സ്ലീപ്പ്. ഞാൻ വീണ്ടും പറയുന്നു, ബോണസ് ടിപ്പ് സ്ലീപ്പാണ്. കാരണം സ്ലീപ്പ് മെയിനാണ്. സ്ലീപ്പ് നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്ത് നോക്കുക. സ്ലീപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് സ്ലീപ്പ് മാക്സിമം ഫോക്കസ് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.